ഈ കാണിച്ചിരിക്കുന്നത് പോലെ 12 രാശികളെ പുരുഷരാശി, സ്ത്രീ രാശി എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രാശിയിൽ ജനിച്ചവരെല്ലാം പുരുഷന്മാർ, അല്ലെങ്കിൽ ആ രാശിയിൽ ജനിച്ചവരെല്ലാം സ്ത്രീകൾ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ഉണ്ടാവും, അങ്ങനെയൊന്നും അല്ല അത് അർത്ഥമാക്കുന്നത്. ഇവർക്ക് കൂടുതൽ എനർജി ഉള്ള രാശികളുണ്ട്, പിന്നെ കുറച്ച് എനർജി ഉള്ള രാശികളുണ്ട്. അതിനനുസരിച്ചാണ്, അല്ലാതെ സ്ത്രീ പുരുഷൻ അങ്ങനെയുള്ള ആ വകഭേദമല്ല ഇത്. കൂടുതൽ എനർജിയുള്ള രാശികൾ, കുറച്ച് എനർജിയുള്ള രാശികൾ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ജലത്തിനും ഭൂമിക്കുമൊക്കെ വായുവിനെയും അഗ്നിയെക്കാളും ഊർജം ഇച്ചിരി കുറവായിരിക്കും, അല്ലെങ്കിൽ ആ എനർജറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു ജാതകമൊക്കെ നോക്കുമ്പോൾ വളരെയധികം പ്രധാനമാണ്. ഇപ്പോൾ കൂടുതൽ ഗ്രഹങ്ങൾ അഗ്നിരാശിയിലാണ് നിൽക്കുന്നതെന്ന് കണ്ടു, അവർക്ക് ദേഷ്യമൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നവരായിരിക്കും, എല്ലാം എടുത്ത് ഉടയ്ക്കുന്നവരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവരായിരിക്കും. പക്ഷേ കൂടുതൽ ഗ്രഹങ്ങൾ ജലരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ സ്വഭാവം വളരെയധികം കുറവായിരിക്കും. അല്ലാതെ ചന്ദ്രൻ മാത്രം നിൽക്കുന്നതല്ല നമ്മൾ പറയുന്നത്, കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ജാതകം നോക്കുമ്പോൾ മനസ്സിലാകും ആ വ്യക്തിക്ക് ഒത്തിരി ദേഷ്യം വരാനൊക്കെയുള്ള സാധ്യതയുണ്ടോ. അപ്പോൾ പരിഹാരങ്ങൾ പറയുമ്പോൾ നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റും. ചിലർ രാശികൾ മാത്രം പഠിച്ചുകൊണ്ടും ചിലർ നക്ഷത്രങ്ങൾ കൂടി പഠിച്ചുകൊണ്ടും വളരെയധികം നല്ലതുപോലെ പ്രവചനങ്ങളൊക്കെ നടത്തുമെന്ന് തോന്നും. പക്ഷെ അവർക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റും. പക്ഷെ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ തെറ്റുവരികയില്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഈ ഒരു ചിലർ ഈ ജാതകം നോക്കിയിട്ട് നല്ലത് വരുമോ എന്ന് പറ. അങ്ങനെയല്ല നമ്മൾ ചോദിക്കേണ്ടത്. ഏത് കാര്യമാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ ജോലി കിട്ടാനാണ് ആഗ്രഹമെങ്കിൽ അതെ, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യതടസ്സമുണ്ടോ, അങ്ങനെ വ്യക്തമായിട്ട് ചോദിക്കുമ്പോഴേ നമുക്ക് വ്യക്തമായ മറുപടി കിട്ടുന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അഗ്നി ആയാൽ ഇങ്ങനെ കത്തുമ്പോൾ ഇങ്ങനെ ആ തീ ഇങ്ങനെ വെളിയിലോട്ട് വരികയാണ് ചെയ്യുക. വായുവായാലും ഒരിടത്ത് നിൽക്കാൻ പറ്റുകയില്ല, ഇങ്ങനെ വ്യാപിക്കുകയാണ് ചെയ്യുക. അത് നമ്മൾ ഓർക്കണം. അഗ്നി വായു രാശികൾ പുരുഷരാശികൾ എന്നാണ് നമ്മൾ പറയാറ്. അതുപോലെ ജല ഭൂരാശികൾ സ്ത്രീ രാശികൾ എന്നാണ് നമ്മൾ പറയാറ്. ഈ ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും, മേടം, ചിങ്ങം, ധനു ഈ രാശികൾ അഗ്നിരാശികളും, മിഥുനം, തുലാം, കുംഭം ഈ രാശികൾ വായുരാശികളുമാണ്. അപ്പോൾ ഈ രാശികളാണ് പുരുഷരാശികൾ. ഒന്നുകൂടി പറയുന്നു, ഈ പറയുന്ന ക്വാളിറ്റീസ് ഈ രാശികളിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിന്നാലാണ്. ഇപ്പോൾ ഒരു 9 ഗ്രഹങ്ങൾ ഉള്ളതിൽ നമ്മൾ 9 ഗ്രഹങ്ങളെ കണക്കൂട്ടുന്നുള്ളൂ. ആ ഗ്രഹങ്ങളിൽ ഒരു 4ൽ കൂടുതൽ ഗ്രഹങ്ങൾ ഈ രാശികളിലാണെങ്കിലാണ് ഈ സ്വഭാവങ്ങൾ കാണുക. അവർ വളരെ ആക്റ്റീവായിരിക്കും, അവർ ഭയങ്കര സാമർഥ്യമുള്ളവരായിരിക്കും, അവരുടെ ആ എനർജി ഇങ്ങനെ അവരിങ്ങനെ പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ആ സാന്നിധ്യം അവർ നിൽക്കുന്നിടത്തെല്ലാം നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ അല്ലാത്ത രാശികളിലാണ് കൂടുതൽ ഗ്രഹങ്ങൾ ഉള്ളതെങ്കിൽ, അതായത് ജല ഭൂരാശികളിലാണ് ഗ്രഹങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവർ ഒതുങ്ങിക്കൂടുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ അത്ര പ്രത്യക്ഷപ്പെടാനൊന്നും അവർ ഇഷ്ടപ്പെടുകയില്ല. സ്വന്തം കഴിവുകൾ വെളിയിൽ കാണിക്കാൻ അവരത്ര താല്പര്യം കാണിക്കുകയില്ല. ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ അന്തർമുഖർ ആയിരിക്കും ഇവർ. പക്ഷെ ഈ പുരുഷരാശികളിലുള്ളവരാണെങ്കിൽ ബഹിർമുഖർ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അവർ എപ്പോഴും അവരുടെ സാന്നിധ്യം, അവർക്ക് മറ്റുള്ളവരെ അവരെ നോക്കണം, അവരെ മനസ്സിലാക്കണം, സമൂഹത്തിൽ അവർക്ക് വേണം, എവിടെ ചെന്നാലും സ്ഥാനം അവർക്ക് വേണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. അവർ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവങ്ങൾ കാണും. ഇത് ഏകദേശം നോക്കിയിട്ടുള്ളതിലെല്ലാം തന്നെ ഇതിന് വിപരീതമായിട്ട് കണ്ടിട്ടില്ലേ? ഇത് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് സ്ത്രീ രാശിയിലുള്ളവർ മറ്റുള്ളവരെ അംഗീകരിക്കാൻ, മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറായിരിക്കും. ഒരു മറ്റുള്ളവരെ നല്ലതുപോലെ കെയർ ചെയ്യുന്നവരായിരിക്കും, നല്ല ശുശ്രൂഷിക്കുന്നവരായിരിക്കും. അതുപോലെ ഇവർ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ ചില സമയങ്ങളിലെങ്കിലും ഇവർ പൊട്ടിത്തെറിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്, എന്നാലും കൂടുതലും ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവരായിരിക്കും. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ പറയാം, ഓഡ് നമ്പേഴ്സിലെ 1, 3, 5 ഇങ്ങനെയുള്ള രാശികളെല്ലാം തന്നെ പുരുഷരാശികളും 2, 4, 6, 8 ഇങ്ങനെയൊക്കെയുള്ള രാശികളെല്ലാം തന്നെ സ്ത്രീ രാശികളുമായിരിക്കും. നമ്മുടെ ജാതകം എടുത്തു വെച്ചിട്ട്, അല്ലെ, അതായത് ഗ്രഹനില എടുത്തു വെച്ചിട്ട് മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ രാശികളിലാണോ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത് എണ്ണി നോക്കണം നമ്മൾ, എത്ര ഗ്രഹങ്ങൾ ഇന്ന രാശികളിൽ നിൽക്കുന്നതെന്ന്. എന്നിട്ട് ഇടവം,
കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഈ രാശികളിലാണോ ചന്ദ്രൻ നിൽക്കുന്നത് പ്രധാനമായിട്ട് നോക്കണം. പിന്നെ മറ്റ് ഗ്രഹങ്ങൾ എത്ര ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നും കൂടി നോക്കണം. ചന്ദ്രനെയാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് എങ്കിലും മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൂടി നോക്കണം. എന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ സ്വഭാവവിശേഷങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ കാലപുരുഷ ചാർട്ടിൽ ഈ രാശികൾ, പുരുഷ രാശികൾ, സ്ത്രീ രാശികൾ, അത് പെർമനന്റ് ആയിട്ടാണ്. നമ്മുടെ ജാതകം നോക്കുമ്പോഴുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ ജാതകം നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇങ്ങനെ ജലരാശികളിലാണ് കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വളരെ ശാന്തരായിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ആ എനർജി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അവരിൽ ആ എനർജി കൂടുതലാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ മറ്റുള്ള രാശികളിലാണ്, ഇപ്പോൾ പുരുഷ രാശികളിലാണ് കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എനർജി ഇച്ചിരി കൂടുതലാണ്, അല്ലെങ്കിൽ ദേഷ്യമൊക്കെ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്യുകയാണ്, കുഞ്ഞുനാളിലേ തൊട്ടേ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും, ചിലരാണെങ്കിൽ എന്തെല്ലാം പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് അനങ്ങാതെ ഇരിക്കും. ചിലരാണെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം മതി അങ്ങ് പൊട്ടിത്തെറിച്ച് അങ്ങ് ബഹളം ഉണ്ടാക്കിയിട്ട് വഴക്ക്, ഇപ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കൊറോണയൊക്കെ ഉണ്ടായ ആ സമയത്ത് ജനിച്ച കുട്ടികളാണെങ്കിൽ ധനുരാശിയിൽ, അതായത് അഗ്നിരാശിയിൽ തന്നെ 5, 6 ഗ്രഹങ്ങൾ അങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള രാശികളിൽ വളരെ കുറച്ച് ഗ്രഹങ്ങളെ കാണുകയുള്ളൂ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് എനർജിയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ ഗ്രഹങ്ങൾ നിൽക്കുന്നത് കേതുവിനൊപ്പമാണ്, അല്ലെങ്കിൽ ആ ഗ്രഹങ്ങൾക്ക് ശനിദൃഷ്ടി ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം നേരെ അങ്ങ് വിപരീതമായി പോകും. അതായത് ശനിദൃഷ്ടിയോ അല്ലെങ്കിൽ കേതുവിന്റെ സാന്നിധ്യമൊക്കെ ഉള്ളപ്പോൾ ഇതെല്ലാം വിപരീതമായി പോകും, ഇതെല്ലാം കുറഞ്ഞു പോകും. അതായത് ഈ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അറിവെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഊർജം കൂടുതലാണെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കും, ആ സമയത്തുണ്ടായ കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് ഭയങ്കര എനർജറ്റിക്കാണ്, അവർക്ക് അസുഖങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചാൽ ഇതും ഒരു കാര്യമാണ്. അതായത് പുരുഷ രാശികൾ സൂര്യന്റെ അധീനതയിലും സ്ത്രീ രാശികൾ ചന്ദ്രന്റെ അധീനതയിലും എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്ത്രീ രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങളാണെങ്കിൽ അവർ വളരെയധികം ബുദ്ധിമാന്മാരും അതുപോലെ കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പറയാൻ കഴിവുള്ളവരും, പിന്നെ കൂടുതലും ഈ വിശ്വാസങ്ങൾ മാമൂലികളൊക്കെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. അവർ ആ ഇൻറ്റ്യൂഷനിൽ വളരെയധികം വിശ്വസിക്കുന്നവരായിരിക്കും. അതായത് ശാസ്ത്രജ്ഞന്മാര്, ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാര്, ഇങ്ങനെയൊക്കെ ഉള്ളവര് കൂടുതലും ഈ പുരുഷ രാശികളെക്കാൾ സ്ത്രീ രാശികളിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കാനാണ് സാധ്യത. കൂടുതൽ നമ്മൾ ചാർട്ടുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളതും. എന്നും പറഞ്ഞ് അല്ലാത്ത വർഷങ്ങളിലൊക്കെ ജനിക്കുന്നവർ അങ്ങനെ അല്ലെന്നല്ല, കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളവരുടെ ജാതകങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അത് പിന്നീട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലാക്കണം. അതായത് ഈ ജ്യോതിഷം മനസ്സിലാക്കുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ കാണുന്ന അതുപോലെ എടുത്തങ്ങ് പ്രയോഗിക്കരുത്. അതിന് പല വശങ്ങളുണ്ട്. അത് മൊത്തം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ, മൊത്തം ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല, കൂടുതലും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. അല്ലാതെ ഇത് പുരുഷരാശികൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാശികളിൽ കൂടുതൽ ഗ്രഹങ്ങൾ പുരുഷന്മാരും അല്ലെങ്കിൽ പുരുഷ സ്വഭാവം കാണിക്കുന്നവർ, സ്ത്രീ രാശിയിൽ അങ്ങനെയല്ല ഈ പറയുന്നത്. അവർക്ക് എനർജിയും കോപവും ഒക്കെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്, ദേഷ്യം. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണല്ലോ ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന്റെ ജാതകം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ആ ജീവിതം ഒന്ന് വായിച്ചാൽ മതി. അദ്ദേഹം എങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു, അദ്ദേഹം വളർന്നപ്പോൾ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കിയാലൊക്കെ ഇത് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് ആ ഫുൾ എനർജി അദ്ദേഹം കണ്ടുപിടുത്തങ്ങൾക്കായിട്ട് ഒറ്റയ്ക്കിരുന്ന് കൊണ്ടാണ് ചിലവഴിച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാവും. അതുപോലെ പല ജാതകങ്ങൾ എടുത്ത് വെച്ച് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. പുരുഷരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങളുള്ളവർ വലിയ വലിയ ലീഡേഴ്സും പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരും അതുപോലെ ഓരോന്നിനും തുടക്കം ചെയ്യുന്നു, അതായത് പുതിയ സംരംഭങ്ങൾ ഒക്കെ നടത്തുന്നവരും, അങ്ങനെ വ്യവസായം അങ്ങനെയൊക്കെ ഉള്ളവരിലൊക്കെ കൂടുതലും പുരുഷരാശിയിൽ. അതായത് ഇവർ മറ്റൊന്നും ചിന്തിക്കാതെ ആ കാര്യങ്ങളിലെല്ലാം എടുത്തു ചാടിയിട്ട് ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെടും, അങ്ങനെയുണ്ടേ. ഇത് കേൾക്കുമ്പോഴേ ഇപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ നോക്കിയിട്ടുള്ളത് നേരത്തെ എനിക്കിത് അറിയാവുന്നതായതുകൊണ്ട് അങ്ങനെ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, കുറേ ഗ്രഹനിലകൾ ഇങ്ങനെ മനസ്സിലുള്ളവർക്ക് പ്രശ്നമില്ല. അല്ലാതെ അങ്ങനെ മനസ്സില്ലാത്തവർ കാണുമല്ലോ, അവർ കൂടുതൽ ഗ്രഹനിലകൾ ഇങ്ങനെ സ്വരൂപിച്ചേച്ച്
എന്നിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നഴ്സന്മാർ, ഡോക്ടർമാർ അങ്ങനെയൊക്കെയുള്ളവരുടെ ജലരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം വളരെ ഈസി ആയിട്ട് തരണം ചെയ്യുന്നവരുണ്ടാവും, പെട്ടെന്ന് തളർന്നു പോകുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഈ പുരുഷരാശി സ്ത്രീ രാശി എന്ന് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഈ പുരുഷരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങളുള്ളവർ പെട്ടെന്ന് എല്ലാത്തിനും ധൈര്യത്തോടുകൂടി നേരിടും. അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടി നമ്മൾ ഓർക്കണം, ശനി ദൃഷ്ടിയോ കേതു ദൃഷ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ, കേതുവിനൊപ്പം ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം മാറി മറിയും. അതുപോലെ ഈ സ്ത്രീ രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉള്ളപ്പോൾ രാഹു ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് രാഹുവിനൊപ്പമാണ്, അല്ലെങ്കിൽ രാഹു ദൃഷ്ടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുരുവിനൊപ്പമാണ്, ഗുരു ദൃഷ്ടി ഉണ്ടെങ്കിൽ ഒക്കെ ഇതിനെല്ലാം വ്യത്യാസം വരും. അങ്ങനെയാണ് ഈ ചില കാര്യങ്ങളൊക്കെ ചിലർ പറയുന്നതെല്ലാം തെറ്റിപ്പോകുന്നു. ഇപ്പോൾ നക്ഷത്രങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം അങ്ങനെയാണ്. ഓരോ ഗ്രഹങ്ങൾക്കും നക്ഷത്രമുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബാക്കി പറയുന്നതായിരിക്കും. ഇത്രയൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ മെനക്കെടാനോ ആരും മുതിരാറില്ല. ഇപ്പോഴും വിഡിത്തങ്ങൾ പറഞ്ഞ് അവര് കോടികൾ കൊയ്യുന്നവരുണ്ട്, അറിയാം നമുക്ക്. പക്ഷേ അറിവുള്ളവർ ഒരു മൂലയ്ക്ക് ഒതുങ്ങി പോവുകയും ഇത് ജ്യോതിഷം ഒരു സ്യൂഡോ സയൻസ്, ഇതൊരു വെറും ഒരു തട്ടിപ്പ് ശാസ്ത്രമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിലനിന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്, എല്ലാവർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ കഠിന പരിശ്രമത്തിലൂടെ നമുക്കിതെല്ലാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി 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 വെക്കുക, ഇങ്ങനെ ഇതിനകത്ത് കാണുന്ന ചാർട്ട് അതെല്ലാം ഇങ്ങനെ എഴുതി 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 വെച്ച് കൂടുതലും അങ്ങനെ ഒരുപാട് പ്രാവശ്യം എഴുതി അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതെന്തെങ്കിലും ഇച്ചിരി പഠിക്കാൻ പറ്റുകയുള്ളൂ. ആദ്യമായിട്ട് നല്ല അടിസ്ഥാന വിദ്യാഭ്യാസം വേണം. അതില്ലാത്തവർ കൂടുതൽ പരിശ്രമിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു ജ്യോതിഷിയായിട്ട് വന്നിട്ട് ഒരു കവടിയെ നിരത്തി ആ ശത്രുദോഷവും ഒക്കെ പറഞ്ഞ് വിജയിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, നമുക്കറിയാം. അങ്ങനെ അതല്ല ശാസ്ത്രം. ഈ വിശ്വത്തിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള അളവുകോലുകൾ കൊണ്ടാണ്. ഇത്ര സ്പേസ് ഉണ്ടായിരിക്കണം, ഇത്ര ഗ്രഹങ്ങൾ, ഈ ഗ്രഹങ്ങൾ ഇവിടെ എല്ലാം നിന്നാൽ ഇവയിൽ ജീവജാലങ്ങൾ ഉണ്ടാവും, ഇങ്ങനെയെല്ലാം കറക്റ്റ്. ഓരോ ജീവിയുടെ ശരീരവും അതുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ജീവിയായ അമീബ, അതിൻ്റെ ശരീരം പോലും, ശരീരം എന്ന് പറയാം നമുക്ക്, ഇപ്പം ശരീരം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കോശമല്ലേ ഉള്ളൂ, ആ കോശത്തിനകത്ത് പോലും ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വേറെ വീഡിയോ ഇടുന്നതായിരിക്കുമേ. അതിപ്പോൾ നമ്മൾ നോക്കേണ്ടത് മേടൻ രാശി. ഈ മേടൻ രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നു ഓർക്കുക. അപ്പോൾ അവർക്ക് കൂടുതൽ എനർജി അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെയൊക്കെയുള്ള, ഇനി പട്ടാളത്തിലൊക്കെ ചേരുന്നവർ അങ്ങനെയൊക്കെയുള്ളവരിൽ, അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന, അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും. ചിലപ്പോഴെന്ന് പറഞ്ഞു, അതിന് കാരണവും പറഞ്ഞിട്ടുണ്ട്. മൊത്തമായി പറഞ്ഞാൽ ഇതൊരു അഗ്നിരാശിയാണ്, കുജന്റെ മൂലത്രികോണ രാശിയാണ്. അപ്പോൾ കുജൻ എനർജി ഇച്ചിരി കൂടുതലാണല്ലോ, കുജന്റെ മൂലത്രികോണ രാശിയാണ്. അപ്പോൾ കുജനും കൂടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ഇവർ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ കാണിക്കും. ഇപ്പോൾ കുജനൊപ്പം കേതു നിൽക്കുകയാണെങ്കിലോ വ്യത്യാസം വരും. ശനി നിൽക്കുകയാണെങ്കിൽ തീരെ. ഈ കുജ ശനി യോഗം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു യോഗമാണേ. നമുക്ക് ജാതകമൊക്കെ നോക്കുമ്പോൾ വളരെയധികം സഹായിക്കുന്ന ഒരു യോഗം കൂടി ആണ് അത്, അഗ്നിമാരുത യോഗം. നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടേ. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ, ചലഞ്ചുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ, കൂടുതൽ ഇങ്ങനെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നവരെ, അല്ലെങ്കിൽ കൂടുതൽ വഴക്കിലൊക്കെ ഉൾപ്പെടുന്നവരെ, ഇവരെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കിത് മനസ്സിലാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എത്രയും ജാതകം സംഘടിപ്പിക്കാമോ അത്രയും ജാതകം സംഘടിപ്പിച്ചേച്ച് വേണം ഇത് പഠിക്കാൻ. പഞ്ചാശിക്കാർ വളരെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്ന, വളരെ വളരെ സ്ലോ ആയിട്ട് ഭയങ്കര ലേസി ആയിട്ട് ചെയ്യുന്നവരെ നമുക്കറിയാം. വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യുന്നവരെയും അറിയാം. അതൊക്കെ ഇവർ ജനിച്ച വർഷവും കൂടി നമ്മൾ നോക്കണം. ആ ജനിച്ച വർഷത്തിന്, ഒരേ വർഷം ജനിച്ചവരൊക്കെ ഒരേ സ്വഭാവങ്ങളൊക്കെ കാണിക്കും. അത് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പുരുഷരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങളുള്ളവർ വളരെ ആക്റ്റീവായിരിക്കും, വളരെ ബഹിർമുഖരായിരിക്കും. അങ്ങനെ പെട്ടെന്ന് മുന്നോട്ട് എല്ലാ കാര്യത്തിനും, ഏത് ഓഫീസിൽ കയറി ചെല്ലാൻ ഇവർക്ക് ഒരു മടിയും കാണത്തില്ല. ഭയങ്കര ലോജിക്കായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ കൂടുതലുള്ളവരായിരിക്കും. അവരെപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് സെന്റർ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയത്തില്ലേ, അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നോക്കാതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നവരാകാം, ദേഷ്യക്കാരാകാം. ഇതെല്ലാം നമ്മൾ ഈ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ രണ്ടുപേരും അങ്ങ് ഒരേ ഈ പുരുഷ എനർജി ഉള്ളവരാണെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കര ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രണ്ടുപേരും ഇങ്ങനെ ഈ സ്ത്രീ രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉള്ളവരാണെങ്കിൽ അങ്ങനെ അവരുടെ ജീവിതവും ഭയങ്കര മടിയായിട്ട്, അങ്ങനെ എനർജറ്റിക്
മാഗ്നറ്റിക് അല്ലാതായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുന്നതിനാണ്, ഇങ്ങനെയൊക്കെ നോക്കുന്നതിനാണ് നമ്മൾ ഈ പുരുഷരാശി, സ്ത്രീ രാശി എന്നിവ ഉപയോഗിക്കുക. അതായത് സ്ത്രീ രാശികളിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നവര് അവര് പെട്ടെന്ന് അങ്ങ് എല്ലാ എനർജറ്റിക്കും ഒന്നും ആയിരിക്കത്തില്ല, ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിരിക്കുന്നവരായിരിക്കും, അന്തർമുഖരായിരിക്കും, ഒരു ഒരു റിസർച്ച് ടൈപ്പ് ആയിരിക്കും, ഒരു പെട്ടെന്ന് ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടുന്നവരായിരിക്കത്തില്ല, എല്ലാവരെയും അംഗീകരിക്കുന്നവരായിരിക്കും. അതുപോലെ സെൻസിറ്റീവ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുന്നോട്ട് ഇറങ്ങുന്നത്, അതായത് ഒരാൾ വെള്ളത്തിൽ വീണാൽ രക്ഷിക്കാനെ ചിലപ്പോൾ എടുത്തിയാടുന്നത് കൂടുതലും പുരുഷരാശിയിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ആശുപത്രിയിലൊക്കെ എല്ലാവരെയും ഇങ്ങനെ അസുഖം വരുമ്പോഴൊക്കെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നവരൊക്കെ ഇങ്ങനെ ഈ സ്ത്രീ രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. പുരുഷരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങളുള്ളവരെല്ലാം വില്ലന്മാരോ അല്ലെങ്കിൽ ഇങ്ങനെ തീവ്രവാദികളോ ഒന്നും ആകുമെന്നല്ല ഈ പറയുമ്പോൾ. നമ്മൾ തോമസ് ആൽവ എഡിസന്റെ ഒക്കെ ജാതകം ഒന്ന് എടുത്ത് വെച്ച് അത് ഐൻസ്റ്റീനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. പലപ്പോഴും ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒറ്റപ്പെട്ട് അങ്ങനെ ഇരുന്ന് അദ്ദേഹം 4 മണിക്കൂറൊക്കെ ഉറങ്ങത്തുള്ളൂ, അതും ചെയറിലിരുന്നാണ് ഉറങ്ങുന്നത്. ആ ഉറങ്ങുന്ന സമയത്ത് പോലും വേണമെങ്കിൽ ഇങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ശ്രമിക്കുക. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നു അദ്ദേഹം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഗ്രഹങ്ങളിലും പുരുഷഗ്രഹങ്ങളും സ്ത്രീ ഗ്രഹങ്ങളും ഉണ്ട്. അവ നിന്നാലും ഉണ്ട് വ്യത്യാസം. ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൽ. എന്നാലും ഇത്രയെങ്കിലും ഈ കാണിച്ചിരിക്കുന്ന അത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓം നമഃ ശിവായ.